അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ വാഖിഅ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 86 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് 87ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. തജ്വീദ് ഒന്ന് നോക്കാം കേട്ടോ. തർജിഊനഹാ, തർജിഊ, ഐൻ, ഐനിൻ്റെ കൂടെ വ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക കേട്ടോ. തർജിഊനഹാ ഇൻ, ഹാ ഇൻ, ഇൻ. നോക്കൂ, ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ദീർഘിപ്പിക്കേണ്ടത് നമുക്കറിയാം അല്ലേ. മദ് മുൻഫസിലാണ്. ഇവിടെ 2 അനക്കം മുതൽ 4 അനക്കം വരെ ദീർഘിപ്പിച്ച് ഓതാവുന്നതാണ്. ഓക്കെ, മദ് മുൻഫസിൽ. ഇൻ കുൻതും, ഇൻ കുൻതും. ഇവിടെയൊക്കെ നൂനിൻ്റെ മുകളിൽ സുക്കൂന് വരാത്ത നൂനാണ് അല്ലേ. ഇതെന്താണ്, നമ്മളിവിടെ എന്ത് ചെയ്യണം? മറച്ച് മണിച്ചോദനം. ഇഖ്ഫ ആണ്. ഓക്കെ, നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഓതാനായിട്ട്. കുൻതും. ഓക്കെ, ഇഖ്ഫ. സാദിഖീൻ, സാദിഖീൻ. സാദ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് സാദ്, സാദ്. ഓക്കെ, സാദ്. അപ്പോൾ ഇവിടെ 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. സാദിഖീൻ, ഖീൻ. മദ് ആരിളാണ്, നന്നായിട്ട് നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് 88ാമത്തെ ആയത്ത്. فأما إن كان من المقربين. فأما, നോക്കൂ, മീമിന് ശ്രദ്ധയുണ്ട്. മീമിനെ നന്നായിട്ട് മണിക്കാൻ വേണം. മാത്രമല്ല മദ് ഇവിടെ അല്ലേ, ഇവിടെ മദ് അക്ഷരത്തിന് ശേഷം ഹംസയും വന്നിട്ടുണ്ട്. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 2 മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കുകയും വേണം. മാത്രമല്ല മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നത് കാരണം മീമിനെ നന്നായിട്ട് മണിക്കുകയും വേണം. ഓക്കെ, ഈ രൂപത്തിൽ. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, ഇഖ്ഫ ആണ്. പ്രത്യേക ഓർമ്മ വേണം കേട്ടോ. ഇഖ്ഫ, മറച്ച് മണിക്കുക. കാന, കാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. കാന മിനൽ മുഖറബീൻ. മിനൽ മുഖറ, ഖാഫ് ശ്രദ്ധിച്ചു ഉച്ചരിക്കുക. ഖ, മുഖറ. റോൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. മുഖറബീൻ, നീട്ടി ഓതുക, മദ് ആരിൾ. ഓക്കെ, അടുത്തതായിട്ട് 89ാമത്തെ ആയ. ഫറൗഹും വറൈഹാനും വജന്നതു നഈം. തജ്വീദ് ഒന്ന് നോക്കാം. ഫറൗഹും വറൈഹാൻ. നോക്കൂ, ഫറൗഹും വ, തൻവീന് ശേഷം വാവ് വന്നാൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. കുറേ നമ്മളെ സൂറത്തുകളിലൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നതാണത് അല്ലേ. തൻവീന് ശേഷം വാവ് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇങ്ങനെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുന്നതിനൊരു പേരും നമ്മൾ പഠിച്ചു. ഇദ്ഗാം ബിഉന്ന. ഇദ്ഗാം ബിഉന്ന എന്ന് പറഞ്ഞാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക എന്നർത്ഥം. ഓക്കെ, വറൈഹാനും വ. ഇവിടെ നോക്കൂ, ഇവിടെയും അതുപോലെ തെൻവീന് ശേഷം വാവ് വന്നിട്ടുണ്ട്. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. ഇദ്ഗാം ബിഉന്ന പേര്. ഓക്കെ, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. വജന്നതു, നൂൻ്റെ മുകളിൽ ശ്രദ്ധ, നന്നായിട്ട് മണിച്ചെടുക്കുക കേട്ടോ. വജന്നതു നഈം, നഈം, നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഓക്കെ, 90ാമത്തായ ഒന്ന് നോക്കാം.
وأما إن كان من أصحاب اليمين وأما إن ഇവിടെ മീമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. മീമിനെ നന്നായിട്ട് മണിച്ചു കൊടുക്കണം. മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാ? മദ് മുൻഫസിലാണ്. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. അവിടെ 2 മുതൽ 4 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ. ഓക്കെ. ഇവിടെ ഇഖ്ഫ ആണ് അല്ലേ? നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, മറച്ചു മണിച്ചോദനം. കാന ഇവിടെ നീട്ടി 2 ഹർക്കത്ത് നീട്ടി കൊടുക്കുക കേട്ടോ. കാന മിൻ, മിൻ നൂൻ്റെ മുകളിൽ വ്യക്തമായിട്ട് സുക്കൂന് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മിൻ എന്ന് വ്യക്തമായി ഓതി കൊടുക്കുക. നൂൻ്റെ മുകളിൽ ഇങ്ങനെ സുക്കൂനെ വ്യക്തമായിട്ട് കാണുകയാണെങ്കിൽ അവിടെ നമ്മളൊരു നിയമം പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു നിയമം? ഇൽഹാർ ആണ് അല്ലേ? ഇൽഹാർ. നൂൻ്റെ മുകളിൽ വ്യക്തമായിട്ട് സുക്കൂനെ നമുക്ക് കാണുകയാണെങ്കിൽ അവിടെ എന്താണ്? അതിന് ശേഷം വരുന്നത് ഹംസയാണ് അല്ലേ? ഹംസയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ മിൻ എന്ന് വ്യക്തമായിട്ട് അവിടെ ഓതി കൊടുക്കണം കേട്ടോ. ഇൽഹാർ. എഴുതി എടുക്കാത്തവരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അസ്ഹാബി, അസ് ഇവിടെ ഹഫ്സുക്കൂന് കൊടുത്താൽ മതി. അസ്, അസ്ഹാബി, ഹനെ 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. അസ്ഹാബിൽ യമീൻ നീട്ടി ഓതുക കേട്ടോ. ഓക്കെ. 91-ാമത്തായ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ. ഫസലാമുൽ ലക. ഇവിടെ നോക്കൂ, തെൻവീന് ശേഷം വന്നിട്ടുള്ള ലെറ്റർ ലാം ആണ് അല്ലേ? തെൻവീന് ശേഷം ലാം റോ ഈ 2 ലെറ്റേഴ്സ് വന്നാൽ കൂട്ടിച്ചേർത്ത് ഓതുക മാത്രമാണ് ചെയ്യുക, മണിക്കാൻ പാടില്ല കേട്ടോ. ഫസലാമുൽ ലക. കണ്ട അവിടെ നമ്മൾ മണിച്ചില്ലല്ലോ, കൂട്ടിച്ചേർത്ത് അങ്ങ് ഓതി അല്ലേ? ഇങ്ങനെ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് എന്താ പേര് പറയാ? ഇദ്ഗാം ബിലാ ഉന്ന, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക എന്നാണ് അതിൻ്റെ മീനിങ്, അർത്ഥം. ഓക്കെ. ഇദ്ഗാം ബിലാ ഉന്ന ചെയ്ത് ഓതണം. ഫസലാമുൽ ലക. ഓക്കെ. ലക്ക എന്ന് ഓതരുത്, ലക്ക. കാഫിന് ചെരിവ് വേണേ. ലക മിൻ. ഇവിടെയും മിൻ നൂൻ്റെ മുകളിൽ സുക്കൂന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതിനുശേഷം ഹംസയും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇൽഹാറാണ്, വ്യക്തമാക്കി ഓതണം. മിൻ. ഓക്കെ. മിൻ മിൻ അസ്ഹാബി. ഇവിടെ ഹാഫ് സുക്കൂനാണ്. മിൻ അസ്ഹാബിൽ യമീൻ. ഓക്കെ. ആരിലാണ്, മദ് ആരിൽ. ഓക്കെ. 2 അനക്കം മുതൽ 6 അനക്കം വരെ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.